മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ചകിരി വെച്ച് ചൂടാക്കി തലയിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. ഞെട്ടിക്കുന്ന റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചകിരിയാണ്. ഞാൻ ഇവിടെ കുറച്ച് അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചകിരി എന്ന് പറയുന്നത് എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനൊക്കെ എടുത്ത് പറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഞാൻ ഒരു ചിമിണ്ടി വെച്ചിട്ട്, ചിമിണ്ടി എന്നാണെന്ന് തോന്നുന്നു പറയുന്ന പേര്, ഞാൻ മറന്നുപോയി. അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ കാണിച്ച് നല്ലവണ്ണം ചൂടാക്കിയെടുക്കാം. ചൂടാക്കുകയല്ല ഉദ്ദേശിക്കുന്നത്, കത്തിച്ച് കരിച്ചെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ എല്ലാം ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈസി ആയിട്ട് നമുക്ക് ഡൈ ചെയ്യുന്ന സമയത്ത് അലർജി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള വേസ് ഒക്കെ തിരഞ്ഞെടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കെമിക്കൽ ഡൈ വാങ്ങിച്ചടിച്ചു കഴിഞ്ഞാൽ ആദ്യം 1-2 മുടിയായിരിക്കും നരച്ചിരിക്കുന്നത്. അത് നമ്മൾ കെമിക്കൽ ഡൈ വാങ്ങിച്ചടിക്കുന്ന സമയത്ത് ബാക്കി മുടിയും കൂടെ നരയ്ക്കാനുള്ള ടെൻഡൻസി കൂട്ടും. അങ്ങനെ മുടി മൊത്തം നരയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മളിത് ചൂടാക്കിയിട്ട് ചെറിയ കനലോട് തന്നെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എല്ലാം അതുപോലെ ചൂടാക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ ആ തീയെല്ലാം അണഞ്ഞിട്ട് അകമെല്ലാം നല്ലവണ്ണം കരിഞ്ഞ് ഈ ഒരു പരുവത്തിലിരിക്കും. ഇനി നമുക്കത് കൈ കൊണ്ട് പൊടിച്ചെടുക്കാം. മിക്സിയിൽ പൊടിക്കാൻ ധാരാളം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പൊടിക്കാം. പക്ഷേ ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് ഒന്ന് ഞെരട്ടി കൊടുക്കുന്നത്. ഞെരടുമ്പോൾ തന്നെ അത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനെടുത്ത് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്ത് നോക്കുന്നതാണേ. ആ വ്യക്തി നല്ല ഫോളോവേഴ്സ്, യൂട്യൂബിൽ നല്ല ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ്. ആ വ്യക്തി ഇത് ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ. പക്ഷെ ഞാൻ ചെയ്തിട്ട് നമുക്ക് കാണാം എന്താണ് റിസൾട്ട് കിട്ടിയെന്ന്. ഇത് നമ്മൾ വിരലുകളൊക്കെ ഉപയോഗിച്ചിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ നല്ല രീതിയിലാകുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇനി ഈ മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കടുക്, ഉലുവ, അതുപോലെ തന്നെ കറിവേപ്പില, ഇത് മൂന്നും കൂടെ പൊടിച്ചിട്ട് നമ്മളെടുത്തതാണ്, വറുത്ത് പൊടിച്ചിട്ടെടുത്തതാണ്. ഇനി അതിൽ നമുക്ക് ഹെയർ ഓയിൽ ആഡ് ചെയ്തിട്ട് കയ്യിൽ തേച്ച് നോക്കാം എന്താണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന്. കാണുമ്പോൾ രണ്ടും ഒരുപോലെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചറിയാൻ, കാണുമ്പോൾ രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് എണ്ണ കൂടിപ്പോയി, പക്ഷെ സാരമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കയ്യിൽ തേച്ച് വെക്കാം. നല്ലോണം നമുക്ക് തേച്ച് പിടിപ്പിക്കാവേ. 2-3 മിനിറ്റ് നമുക്ക് വച്ചേക്കാവേ. ഇത് നമ്മൾ കടുകും അതുപോലെ തന്നെ ഉലുവയും കറിവേപ്പും ചേർത്തിട്ടുള്ള ഡൈ ആണ്. ഇതാണ്ട ഞാൻ നല്ല പ്രസ് ചെയ്ത് തേക്കുന്നുണ്ടേ, പക്ഷേ പോകുന്നില്ല. കണ്ടോ വ്യത്യാസം കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഡൈ ആണേ. ഇതിപ്പോൾ നമ്മുടെ ചകിരിയുടെ മിക്സാണ്. അത് 1 സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഹെയർ ഓയിൽ, ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കയ്യിൽ പിടിക്കുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണോ നാച്ചുറൽ ഡൈ ഉണ്ടാക്കുന്നത് ആ ഒരു എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ കയ്യിലൊന്ന് തേച്ച് നോക്കാം കേട്ടോ. ഇത് നമ്മുടെ മുടിയിൽ പിടിക്കാൻ കണക്കിനുള്ള റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമ്മളിതാ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സാധാരണ ഡൈസൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ദൂരെ നോക്കുമ്പോൾ കളറുണ്ട്, പക്ഷേ നമ്മൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് കയ്യിൽ പിടിക്കുന്നില്ല. കണ്ടോ? നമുക്ക് കഴുകി നോക്കാമേ. ഒന്ന് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി നോക്കാം. ഇങ്ങനെ നമ്മൾ കയ്യിൽ ഒഴിക്കുന്ന സമയത്ത് ഒരംശം പോലും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല കേട്ടോ. എന്നാൽ നമ്മൾ കടുകും അതുപോലെ തന്നെ ഉലുവയും കറിവേപ്പിലയും ചേർത്തിട്ടുള്ള മിക്സ് നേരത്തെ കാണിച്ചതാണ്. അതൊരിക്കൽ കൂടെ ഞാൻ റിവൈൻഡ് ചെയ്ത് കാണിക്കുന്നതാണ്. അതൊന്ന് നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേച്ച് കൊടുക്കുന്ന സമയത്ത്
നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഇത് 100% നമുക്ക് റിസൾട്ട് തരുന്നതാണ്. പക്ഷേ ചകിരി നമുക്ക് റിസൾട്ട് തരത്തില്ല കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.